ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ 9 കപ്പലുകൾ തകർത്തെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ B-2 വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെന്നും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത് സിയും ദുബായിൽ നിന്നും സുരേഷ് വെല്ലിമുറ്റവും നമുക്കൊപ്പം ചേരും. ആദ്യം അശ്വജിത്തിലേക്കാണ്. അശ്വജിത്ത്, ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഇറാന്റെ കപ്പലുകൾ തകർത്തു, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാൻ സാധിച്ചു എന്നതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാന് ആദ്യം നടത്തിയതുപോലെ പ്രത്യാക്രമണം ഇനി ഗൾഫ് മേഖലയിൽ അടക്കം നടത്തുക എന്നത് സാധ്യമുള്ള ഒരു കാര്യമല്ല. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സന്ധ്യ, നിലവിലെ സാഹചര്യം അത്ര ശാന്തമല്ല, കലുഷിതമായി തന്നെ തുടരുകയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഈ രാവിലെയും നൽകാൻ കഴിയുന്ന റിപ്പോർട്ട്. അതിലേറ്റവും പ്രധാനം ഒടുവിലായി വന്ന 1-2 അപ്ഡേറ്റ്സ് ഞാൻ ആദ്യം പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായി. അതിൽ ഒരുപക്ഷെ ഇറാനിൽ ആക്രമണം തുടരുന്നു എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജെറുസലേമിൽ ഇസ്രായേലിലും വലിയ തോതിൽ ബ്ലാസ്റ്റ് നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അന്താരാഷ്ട്ര മാധ്യമത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് വെസ്റ്റേൺ ജെറുസലേം, പശ്ചിമ ജെറുസലേം മേഖലയിൽ സീരീസ് ഓഫ് ബ്ലാസ്റ്റ്, അതായത് തുടരെ വലിയ സ്ഫോടന ശബ്ദം ഉണ്ടായതായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇറാന്റെ മിസൈൽ ആക്രമണമാണ് എന്നതാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇസ്രായേലിലും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. ഇസ്രായേലിലും തുടരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമം ഈ കഴിഞ്ഞ മിനിറ്റിൽ ആദ്യമായി പുറത്തുവിടുന്നത്. ഒപ്പം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്ക വളരെ ശക്തമായി തന്നെ ഒരു നിലപാടുമായി തുടരുകയാണ്. ട്രംപ് അതിശക്തമായൊരു ആക്രമണം തുടരുന്നു എന്നതിനൊപ്പം ഒരു നിലപാട് കൂടെ പ്രഖ്യാപിക്കുന്നു. അത് താങ്കളുടെ ആത്യന്തികമായ ലക്ഷ്യം നേടുന്നതുവരെ, അതായത് ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്ന രീതിയിലാണ് ഈ പ്രതികരണം ഉണ്ടായത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയാണ്, US സൈനികർ 3 US സൈനികർ അടക്കം ഈ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ ട്രംപിന്റെ ഉത്തരം ഇതായിരുന്നു, അതായത് ഒരുപക്ഷെ US സൈനികർ കൊല്ലപ്പെട്ടേക്കാം, എങ്കിൽ പോലും താങ്കളുടെ ആത്യന്തികമായ ലക്ഷ്യം നേടുന്നത് വരെ ഈ പോരാട്ടം തുടരും, ഈ കടുത്ത നടപടി തുടരും എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഘർഷ സാധ്യതയ്ക്ക് പരിപൂർണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന നീക്കം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് സമാധാനം പുലരുക എന്ന ഒരു ദൗത്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ട്രംപ് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എത്ര നാശനഷ്ടം ഉണ്ടായാലും, ആൾനാശം ഉണ്ടായാലും സ്വാഭാവികം, എങ്കിൽ പോലും താങ്കൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്നതാണ് ട്രംപിന്റെ ഒരു കാര്യം. അതായത് അയത്തുള്ള ഖമേനി ആയിരുന്നു ഇവരുടെ, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഖമേനി ആയിരുന്നു. ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യം, ഭരണമാറ്റമാണ് ഇവരുടെ ആവശ്യം. ഇപ്പോഴും ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സമാധാന ചർച്ച എന്ന് പറയുന്നത് എത്രത്തോളം പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇറാനിൽ ഭരണമാറ്റം വരണം എന്നൊരു കാര്യം അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇറാൻ ഇതിന് എത്രത്തോളം ഈ ഒരു കാര്യത്തിലൊക്കെ സമ്മതം അറിയിക്കാനുള്ള സാധ്യതകൾ മുന്നോട്ടുള്ളത്? സന്ധ്യ, അത് വളരെ പൊളിറ്റിക്കലാണ്. അതായത് അമേരിക്ക നിലവിൽ അവരുടെ ലക്ഷ്യം ഇത്, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയുടെ വധം, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമേനി ഇല്ലാതാക്കി എന്നതുകൊണ്ട് ഈ സംഘർഷ സാധ്യതയ്ക്കോ അല്ലെങ്കിൽ ആക്രമണത്തിനോ പരിപൂർണമായി അവസാനം ഇടുന്നു എന്നെവിടെയും പറയുന്നുമില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ആശങ്കയായി തുടരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം ഭരണമാറ്റം എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം നടപ്പാവാൻ കഴിയും? നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വളരെ ശക്തമായി തന്നെ നിലപാടുമായി, അല്ലെങ്കിൽ വളരെ ശക്തമായ പ്രത്യാക്രമണവും ഒക്കെ തുടരുകയാണ്. അതുകൊണ്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത് പോലെ ഒരു അടിയന്തരമായ ഒരു ഭരണമാറ്റമോ, അല്ലെങ്കിൽ നിലവിലെ ഭരണ സംവിധാനങ്ങൾ അപ്പാടെ മാറ്റിക്കൊണ്ടൊരു ജനാധിപത്യ സംവിധാനമോ, അല്ലെങ്കിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒരു ഭരണകൂടമോ അവിടെ അധികാരത്തിലേറാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാകാം ട്രംപ് അങ്ങനെ ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ രംഗത്തെത്തിയത്. തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം നേടുന്നവരെ ഒരു സമരം തുടരും, ആക്രമണം തുടരും എന്നത് സംബന്ധിച്ച്. അതുകൊണ്ട് ഇതൊരു സൊല്യൂഷൻ എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ എത്രയും വേഗം സാധ്യമാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷേ സമാധാന ശ്രമങ്ങൾ, നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ സമാധാന ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒമാൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ തോതിൽ സമ്മർദ്ദം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലുമാണ് സമ്മർദ്ദങ്ങളും ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കൊന്നും എത്രത്തോളം ചെവി കൊടുക്കുമെന്നോ, അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണുമെന്നോ, അതിൻ്റെ ഒരു മനുഷ്യത്വം കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർക്ക് ജീവൻ പൊലിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനുഷിക വശം കൂടെ പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കും എന്ന് നമുക്ക് നിലവിൽ കരുതാം. സമാധാനം പുലരട്ടെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം.